ആപ്കി അദാലത്തിൽ ജാവേദ് അക്തറിന് മേലുള്ള കുറ്റാരോപണം അദ്ദേഹത്തിന്റെ അപ്രോച്ച് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലാണ്. ജാവേദ് സാർ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ സാഹിർ ലുധിയാൻവി സാർ എഴുതിയിരുന്നു, സൈലൻഡർ എഴുതിയിരുന്നു, മീനിങ് ഫുൾ ആയിരുന്നു, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ താങ്കൾ എഴുതുന്നത് 1, 2, 3 ഫോർമാറ്റിലാണ്. അതെ, പറഞ്ഞോളൂ. അതിന് ഒരു അർത്ഥവും ഇല്ല, ഒരു വ്യാകരണവും. ഉറപ്പായിട്ടുമുണ്ട്. ആ പാട്ട് നിങ്ങൾ ഇതുവരെ മുഴുവനായിട്ട് കേട്ടിട്ടില്ല. ഞാനിപ്പോൾ വേണമെങ്കിൽ അത് വിശദീകരിച്ച് പറഞ്ഞുതരാം. ശരി, ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഉറപ്പായിട്ടും. ഞാനിതൊരു ഫോക്ക് സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. ആ പെണ്ണിന്റെ കാമുകന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ആ 3 പല്ലവിയും പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞുതരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 13 करूं दिन गिन गिन के इंतजार, आजा पिया आई बहार. 14 को तेरा संदेशा आया, 15 को आऊंगा ये कहलाया. 14 को आया न 15 को तू, तड़पा के मुझको तूने क्या पाया. 16 को भी 16 किए थे सिंगार, आजा पिया आई बहार. 17 को समझी. ഇനിയും 2 ക്ലാപ്സ് ബാക്കിയുണ്ട്. 17 को समझी संग छूट गया, 18 को दिल टूट गया. रो रो गुजारा मैंने सारा 19, 20 को दिल के टुकड़े हुए 20, फिर भी नहीं दिल से गया तेरा प्यार, आजा पिया आई बहार. 21 बीती 22 गई, 24 गुजरी 25 गई, 25 26 ने मारा मुझे, बिरहा की चक्की में मैं पिस गई. दिन बस महीने के हैं और 4, आजा पिया आई बहार. ഈ പാട്ട് മീനിങ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോ നിങ്ങളുടെ ആർഗ്യുമെന്റ് എന്നോടല്ല, ഇവരോടാണ്. ഇപ്പോൾ വരുന്ന പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയൂ. അതും ജനങ്ങളുടെ മനസ്സിൽ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി എഴുതുന്നതാണെന്ന് താങ്കൾ തോന്നാറുണ്ട്. പക്ഷേ ഇത് പോപ്പുലർ ആകുന്നേ ഇല്ലല്ലോ. അതാണ് വിഷമമുണ്ടാക്കുന്ന കാര്യം. സത്യം എന്തെന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, ഒരുപാട് പാട്ടുകൾ എഴുതുന്നുണ്ട്. ഒരു വരി പോലും വാൾഗറായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ആർക്കും പറയാൻ പറ്റില്ല വാൾഗർ ഉണ്ടെന്ന്. ഞാൻ എഴുതിയിരിക്കുന്ന പാട്ടുകൾ ആ സമയത്തിന്, ആ സിറ്റുവേഷനിൽ യോജിച്ച രീതിയിലാണ് എല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് വിശ്വസിക്കൂ രഞ്ജിത്ത് സാർ. ഈ സിറ്റുവേഷൻ വാൾഗറാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ആ സിനിമ തന്നെ വിട്ടേക്കും. എനിക്ക് ആ സിനിമയുടെ ടൈറ്റിൽ ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ ആ സിനിമ വിട്ടേക്കും. കൊച്ചു കൊച്ചു ഓർത്താകെ അതുകൊണ്ടാണോ താങ്കൾ വിട്ടത്? ഞാൻ ആ സിനിമയും ചെയ്തിട്ടില്ല. അതിനുശേഷം ഈ സിനിമ ഞാൻ വിട്ട് കളഞ്ഞല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് വിഷമിക്കുകയുണ്ടായി. പക്ഷേ എനിക്ക് ആ ടൈറ്റിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അതിൽ എന്ത് തെറ്റാ ഉണ്ടായിരുന്നെന്ന്. ഇത് സത്യം. വാൾഗറില്ലാത്ത സിനിമ അല്ലേ? അതെ, വളരെ നല്ല സിനിമ. ഇപ്പം ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൽഹോന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത സിനിമയും ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഒരു നല്ല സിനിമ കൈവിട്ടു പോയി. എന്നിരുന്നാലും എനിക്ക് ആ ടൈറ്റിൽ മാത്രം ആ സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എന്താ ഈ കുച്ചു കുച്ചു ഹോത്ത, അതുകൊണ്ട് ഞാൻ ആ സിനിമ തന്നെ വിട്ടു. ഞാൻ വളരെ കെയർഫുള്ളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ഒരുപാട് സിനിമകൾ അങ്ങനെ വിട്ടു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വലിയ കാര്യമില്ലായിരുന്നു. പക്ഷേ കുച്ചു കുച്ചു ഹോത്തെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. കാരണം ഞാനത് കണ്ടപ്പോൾ വളരെ നല്ലൊരു സിനിമയായിരുന്നു. ബാക്കി സിനിമകൾ ഓർത്ത് കരടൊന്നും തോന്നിയിട്ടില്ല. വേറെയും നല്ല സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പഴയ പാട്ടുകളൊക്കെ വെച്ച് പല പല വീഡിയോകളാണ് ഉണ്ടാക്കാറുള്ളത്. അത് താങ്കൾക്ക് നാണക്കേടായിട്ടുള്ളൊരു കാര്യം. ഇത് ഞാൻ ഇവിടെ മാത്രമല്ല പറയുന്നത്, ഞാൻ ഇതിനെപ്പറ്റി TV-യിൽ പിന്നെ പത്രത്തിലും ഇതിനെപ്പറ്റി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഉറപ്പായിട്ടും നിരോധിക്കണമെന്ന്. എങ്ങനെയാണ് നമ്മൾ ഈ താജ്മഹൽ, അജന്ത, എല്ലോറ ഇതെല്ലാം നമ്മൾ അഭിമാനമാകുന്നു, അതുപോലെ തന്നെയാണ് ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകളും, മുഹമ്മദ് റഫിയുടെ പാട്ടുകൾ, SD ബർമൻ്റെ പാട്ടുകൾ, അനിൽ ബിശ്വാസിൻ്റെ പാട്ടുകളൊക്കെ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. അതിനെല്ലാത്തിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. നാളെ ആരെങ്കിലും വന്ന് അജന്തയിൽ ഡിസ്കോ ലൈറ്റ് ഇടണമെന്ന് പറഞ്ഞാൽ, അതായത് താജ്മഹലിൽ ഡിസ്കോ ഇടണമെന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കാനാണ്? അതുപോലെ തന്നെയാണ് നമ്മുടെ പാട്ടുകളെ 40, 50s പാട്ടുകളെ ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ ചേർത്ത് റാപ്പായിട്ടൊക്കെ ബീറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് അതിനെ വൃത്തികെട്ട രീതിയിൽ റീൽസായിട്ട് ഇടുന്നത്. ഇങ്ങനെയുള്ള മ്യൂസിക് കമ്പനീസിലൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ആരാണ് ഇത് നിയന്ത്രിക്കേണ്ടത്? സർക്കാർ തന്നെ. അതിനു വേണ്ടി ഒരു റൂൾസ് കൊണ്ടുവരണം. ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ? ഫിലിം ഇൻഡസ്ട്രി ശബ്ദം ഉയർത്തുന്നോ ഇല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞു. ഇതെന്റെ അഭിപ്രായമാണ്. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പഴയ പാട്ടുകൾ എങ്ങനെ വൃത്തികേടാക്കുന്നതിന് ആർക്കും തന്നെ യോഗ്യതയില്ല. പക്ഷേ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ്സിൽ അവർക്കും അധികാരമുണ്ട്. ഇരുന്നാലും ഉടനെ തന്നെ അത് മാറ്റിയെടുക്കണം. അത് വലിയ തെറ്റ്. ഇത് വളരെ പാട്ടുണ്ടാക്കണമെങ്കിൽ, അതായത് ഈ കോപ്പിറൈറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനുവേണ്ടി റൂൾസ് ഒക്കെ കൊണ്ടുവരണം. ഈ പാട്ടുകൾക്ക് സംഗീതം കൊടുത്തവർക്കും താങ്കൾക്കും ബന്ധം കാണില്ലേ? അവരെങ്ങനെ റിയാക്ട് ചെയ്യും? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുവായിട്ട് ഈ മ്യൂസിക് ഫീൽഡിലുള്ളവർക്ക്, സോങ് ഡയറക്ടേഴ്സിന്, സോങ് റൈറ്റേഴ്സിന് ഇവർക്കൊന്നും തന്നെ ഇത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ലതാ മങ്കേഷ്കർ, പിന്നെ നൗഷാദ് സർ. ലതാ ചേട്ടൻ ചോദിച്ചു നോക്ക്, ഇതൊക്കെ നടക്കുന്നത് കണ്ടിട്ട് സന്തോഷപ്പെടുമോ? മേരാ ലാൽ ദുപ്പട്ട മൽബൽക്ക, ആ പാട്ടൊക്കെ എന്തോരം ഹിറ്റായ പാട്ടുകളാണ്.
എന്തു മനോഹരമായിരുന്നു. അതിനേക്ക് ഇപ്പൊ എന്താ ചെയ്തു വച്ചേക്കുന്നത്? ലതാജിയുടെ 75th ബർത്ത്ഡേക്ക് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റേജിൽ ഒരാള് ലതാജിയുടെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെയൊക്കെ പാടി കാണിക്കുന്നു, അതും റാപ്പ് സ്റ്റൈല്. അതിനുശേഷം സ്റ്റേജിൽ പോയിട്ട് ഞാൻ സംസാരിച്ചു. ലതാജിക്ക് 2 കാര്യത്തിന് കൺഗ്രാറ്റ്സ് പറയണമെന്ന് പറഞ്ഞു. ഒന്ന്, ലതാജിയുടെ 75th ബർത്ത്ഡേയുടെ എൻ്റെ വിഷസ്. രണ്ടാമതായിട്ട് ലതാജി ആ പാട്ട് പാടിയപ്പോൾ ലാൽ ദുപ്പട്ട മൽമൽക്ക, ആ സമയത്ത് ഈ പാട്ട് ഇങ്ങനെ മാറിയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ കവിതകളിൽ ഒരു പുതുമയുണ്ട്, അതിലൊരു തെളിവുമുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സുപോലെ. എന്നാലും താങ്കൾ സിനിമാ ലോകത്താണ് ജീവിക്കുന്നത്, അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലുമുണ്ട്. എന്നിട്ടും താങ്കളുടെ കവിതകളിൽ ഇന്നസെൻസും പുതുമയും എങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നു? അതേപ്പറ്റി ഒന്ന് പറയാമോ? ഇത് ഞാൻ താങ്കളോട് വേറൊരു രീതിയിൽ ചോദിക്കാം. പറഞ്ഞോളൂ. 60 വയസ്സിൽ എങ്ങനെ ഇങ്ങനെ ഇത്രയും വികാരത്തോടെ എഴുതാൻ സാധിക്കുന്നു? അതായത് ഇതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റിപ്ലൈ എന്താന്ന് വെച്ചാൽ, കവിതയുടെ ഉറവിടം തലമുടി നരയ്ക്കുന്നതിലല്ല ഉള്ളത്, ഹൃദയം കറുപ്പാകുന്നതിലാണുള്ളത്. ഹൃദയം കറുപ്പാകുന്നതുവരെ കവിതകൾ എഴുതിക്കൊണ്ടേയിരിക്കാം. ഈ യുവത്വത്തിന്റെ പ്രതിഫലനം താങ്കളുടെ കവിതകളിൽ കാണാൻ സാധിക്കുമോ? നിങ്ങൾ പാട്ടൊന്നും കേൾക്കുന്നില്ല എന്നാ വിചാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പാട്ടുകളൊക്കെ ഒന്ന് കേട്ടു നോക്ക്. നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അവസാനമായിട്ട് നിങ്ങൾ ഏത് പാട്ടാണ് കേട്ടത്? ഇപ്പം ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് അവസാനമായിട്ട് ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടത്? ആരുടെ ആയിരുന്നാലും കുഴപ്പമില്ല. റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ പാട്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണോ? കണ്ടില്ലേ, നിങ്ങൾ റിസർച്ച് ചെയ്തതിൽ തന്നെ എത്ര ഫലം ഉണ്ടായത്. താങ്കളുടെ ധാരാളം പാട്ടുകൾ കേൾക്കാനുള്ള സന്ദർഭം കിട്ടി. കണ്ടില്ലേ എത്ര നല്ല കാര്യമാണ് നടന്നിരിക്കുന്നതെന്ന്. റീസെന്റ് ഞാൻ കേട്ടത് ഏക് ലഡ്കിക്കോ ദേക്കാത്തോ. അപ്പൊ നിങ്ങൾ എന്ത് കേട്ടിട്ടാണ് ആശ്ചര്യപ്പെട്ടത്? പെണ്ണിനെയാണോ അതോ പാട്ടിനെയാണോ? ഈ പ്രായത്തിലും താങ്കളുടെ ചിന്തകൾ അങ്ങനെയാണെന്ന് ഞാൻ കരുതി. അതിനെ ആ പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയും, അതിന് വേറെ അർത്ഥമില്ല.